ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് റീസെന്റ് ആയിട്ട് കുറേ കുട്ടികൾക്കുള്ള ഡൗട്ടും അല്ലെങ്കിൽ റീസെന്റ് ആയിട്ട് കുറേ കുട്ടികൾ എന്നോട് ചോദിക്കുന്ന കുറേ കാര്യങ്ങളാണ് ഹോസ്റ്റൽ റിലേറ്റഡ് ആയിട്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ആവശ്യം വേണ്ടത്, എന്തൊക്കെയാണ് എസെൻഷ്യൽ ആയിട്ട് എടുക്കേണ്ട കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കുട്ടികൾ ഡൗട്ട് ചോദിക്കുന്നുണ്ട്. സോ ഈ ഒരു വീഡിയോയിൽ ഞാൻ മെയിൻ ആയിട്ടും നമുക്ക് എസെൻഷ്യൽ ആയിട്ട് ഉറപ്പായിട്ടും കയ്യിൽ കരുതേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. പിന്നീട് നമ്മൾ ഹോസ്റ്റലിൽ ചേർന്ന് ഒരു 1 month ഒക്കെ ആകുമ്പോൾ നമുക്കറിയാം പിന്നെ എന്തൊക്കെയാണ് നമുക്ക് വേണ്ട കാര്യങ്ങൾ നമുക്ക് ഐഡിയ കിട്ടും. പക്ഷെ അല്ലാണ്ട് ജനറൽ ആയിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ കരുതിയിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. സോ നമുക്ക് ഫസ്റ്റ് മെയിൻ ആയിട്ട് വേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ബെഡാണ്. അപ്പൊ ഈ ബെഡ് മേടിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മോസ്റ്റ്ലി ഇങ്ങനത്തെ കോളേജിന്റെ ഒക്കെ അടുത്തായിട്ട് ഈ ബെഡ് മേടിക്കാനും കാര്യങ്ങൾക്കുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പൊ നമ്മുടെ കോളേജിലൊക്കെ ആണെങ്കിൽ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി നമ്മളെ കോളേജ് ഹോസ്റ്റലിൽ നിന്ന് തന്നെ ബെഡ് പ്രൊവൈഡ് ചെയ്യും. പക്ഷെ നമ്മളത് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ പൈസ കൊടുക്കണം. അപ്പൊ നമുക്ക് ഫ്രഷ് ആയിട്ട് തന്നെ ഒരു ബെഡ് നമുക്ക് അവിടെ നിന്ന് തന്നെ കിട്ടുന്നതായിരിക്കും. അതല്ല നമുക്ക് വീട്ടിൽ നിന്നും കൊണ്ടുവരാൻ വേണ്ടി പറ്റും. പിന്നെ എന്നെ സംബന്ധിച്ചോളം കുറച്ചുകൂടെ ബെറ്റർ എന്ന് പറയുന്നത് നമുക്കറിയാം ഓരോ കോളേജിലെ അവർ പ്രൊവൈഡ് ചെയ്യുന്ന കട്ടിലിന്റെ ഒരു വലിപ്പവും കാര്യങ്ങളും എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് ആയിരിക്കും അല്ലെ. സോ നമ്മൾ അത് കണ്ടിട്ട് അതിനനുസരിച്ച് മേടിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അല്ലെങ്കിൽ ചിലപ്പോൾ സൈസ് വേരിയേഷൻ വന്നിട്ട് ചിലപ്പോൾ അത് ബുദ്ധിമുട്ടായിരിക്കും. സോ അത് നിങ്ങൾ മോസ്റ്റ്ലി അവിടെ ചെന്നിട്ട് അവിടുത്തെ കോളേജിന് ഏരിയയിൽ നിന്ന് മേടിക്കാനുള്ള സൗകര്യം ഉണ്ടോ നോക്കിയിട്ട് അവിടെ നിന്ന് തന്നെ മേടിക്കുന്നതായിരിക്കും ബെറ്റർ ആയിട്ടുള്ള ഒരു ഐഡിയ എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ എന്തായാലും ബെഡ് മേടിക്കുന്ന സമയത്ത് ബെഡ്ഷീറ്റും അതിന്റെ കൂട്ടത്തിൽ പില്ലോ പിന്നെ പില്ലോ കവറും എന്തായാലും വേണ്ട കാര്യങ്ങളാണ്. ഈ ബെഡ്ഷീറ്റ് ആയാലും പില്ലോ കവർ ആയാലും അത് നമ്മൾ അറേഞ്ച് ചെയ്ത് നമ്മുടെ കയ്യിൽ എന്തായാലും വെച്ചിരിക്കാം. സോ ഇനി അടുത്ത ലോണ്ടറി ഐറ്റംസ് മോസ്റ്റ്ലി എല്ലാവർക്കും അറിയാം, പക്ഷെ കുറച്ച് കാര്യങ്ങൾ സ്പെസിഫൈ ചെയ്ത് ഞാൻ പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ബക്കറ്റ്സ് അത് ഇമ്പോർട്ടന്റ് ആണല്ലോ. അപ്പൊ അതെന്തായാലും 2 എണ്ണം വേണം. ഒന്ന് നമ്മുടെ നോർമൽ ബാത്ത് അങ്ങനത്തെ കാര്യത്തിന്, ഒന്ന് നമ്മളെ ഡ്രസ്സൊക്കെ വാഷ് ചെയ്യാൻ വേണ്ടി. അതിന്റെ കൂട്ടത്തിൽ 2 കപ്പ്, അത് ഈ പറഞ്ഞ പോലെ ഒന്ന് നമ്മൾ കുളിക്കാൻ കാര്യത്തിനും ഒന്ന് നമ്മുടെ ഡ്രസ്സൊക്കെ വാഷ് ചെയ്യാൻ വേണ്ടി. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് വേണം. പിന്നെ മൂന്നാമതായിട്ട് കാര്യം പറയുകയാണെങ്കിൽ നോർമൽ ആയിട്ടുള്ള ഈ ഒരു സോപ്പോ അങ്ങനത്തെ കാര്യങ്ങൾ യൂസ് ചെയ്ത് നമ്മുടെ ഡ്രസ്സൊക്കെ വാഷ് ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടെ നല്ലതെന്ന് പറഞ്ഞാൽ ലിക്വിഡ് ഫോമിലുള്ള ഡിറ്റർജൻസ് ഉണ്ടല്ലോ, അത് യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ച് നല്ലതായിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആണ്. അപ്പൊ അത് നിങ്ങൾ കൊണ്ടുവരുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. പിന്നെ നമ്മൾ ഈ ഡ്രസ്സൊക്കെ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ അത് വിരിച്ചിടുമല്ലോ, വിരിച്ചിടുന്ന സമയത്ത് അത് പറന്നു പോകാതിരിക്കാൻ വേണ്ടി ക്ലിപ്പും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകണം. പിന്നെ അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഹാങ്ങർ, അതും നമുക്ക് വേണ്ടതാണ്. കൂടുതൽ നമുക്ക് കോട്ടും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ വിരിച്ചിടാൻ വേണ്ടി കുറച്ചുകൂടെ നല്ലത്, പെട്ടെന്ന് അല്ലെങ്കിൽ ഉണങ്ങി കിട്ടാനൊക്കെ ഏറ്റവും നല്ലത് ഹാങ്ങർ ആയിരിക്കും. അതും കൊണ്ടുവന്നു. അതുപോലെ നമുക്ക് സ്റ്റിക്കി ഹാങ്ങർ ഉണ്ടായിരിക്കുമല്ലോ, ഇങ്ങനെ നമ്മൾ ഭിത്തിയിൽ ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് വെക്കുന്ന, അതും നല്ലതാണ്. നമുക്ക് റൂമിലൊക്കെ നമ്മൾക്ക് എല്ലാം കൂടി ഇങ്ങനെ കൺജസ്റ്റഡ് ആയിട്ട് ഇരുന്നേക്കാളും ഇത് ഇങ്ങനെ സെപ്പറേറ്റ് നമ്മുടെ ഇഷ്ടത്തിന് നല്ലൊരു സ്പേസ് നോക്കി നമ്മൾ സ്റ്റിക്ക് ചെയ്തിട്ട് കോട്ടോ കാര്യങ്ങളൊക്കെ വെക്കുമ്പോൾ അത് കുറച്ചുകൂടെ നീറ്റ് ആയിട്ടിരിക്കും. അതുകൊണ്ട് അല്ലെങ്കിൽ അത് മാത്രമല്ല നമുക്കിപ്പോൾ വേറെയും കാര്യങ്ങൾ, ഇപ്പം സ്റ്റെത്തോ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പോലും നമുക്കൊന്ന് ഹാങ് ചെയ്തിടാൻ വേണ്ടി കുറച്ചുകൂടെ നല്ലതാണ് ഈ സ്റ്റിക്കി ഹാങ്ങർ. അപ്പൊ അതും കൂടെ നിങ്ങളുടെ കയ്യിൽ എന്തായാലും വെച്ചു. സോ ഇനി അടുത്ത അയൺ ബോക്സ്. അപ്പൊ അയൺ ബോക്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് മേടിക്കണ്ട എന്നാണ് എന്റെ അഭിപ്രായം. ഇപ്പൊ നമ്മുടെയൊക്കെ കോളേജിലാണെങ്കിൽ അയൺ ചെയ്യാൻ വേണ്ടി ഹോസ്റ്റലിൽ നിന്ന് തന്നെ നമുക്ക് അയൺ ബോക്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. സോ അതുകൊണ്ട് തന്നെ നമ്മൾ കോളേജിൽ ചേർന്നിട്ട് നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം മതിയാവും. അല്ലാണ്ട് നമ്മളത് മേടിച്ച് വെറുതെ പൈസ കളയേണ്ട ആവശ്യമില്ല ഇപ്പോഴേ. അല്ലാണ്ട് ചില കോളേജുകൾ, ഇപ്പൊ നമ്മുടെയൊക്കെ കോളേജിൽ പുറത്ത് വാഷ് ചെയ്യാൻ വേണ്ടിയുള്ള സൗകര്യങ്ങളുണ്ട്. അതായത് നമുക്ക് പൈസ കൊടുത്ത്, എനിക്ക് തോന്നുന്നു 50 രൂപയോ അങ്ങനെ സംതിങ് ആണെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് തന്നെ ഡ്രസ്സ് വാഷ് ചെയ്ത് നമുക്ക് കിട്ടുന്നതായിരിക്കും. അല്ലാണ്ട് നമുക്ക് സെപ്പറേറ്റ് നമുക്ക് തന്നെ വാഷ് ചെയ്യാൻ വേണ്ടിയുള്ള സൗകര്യം നമുക്ക് എല്ലാ ഹോസ്റ്റലും ഉണ്ടായിരിക്കുന്നതായിരിക്കും. പിന്നെ മെയിൻ ആയിട്ട് ബ്രഷ്, പേസ്റ്റ്, അതെന്തായാലും നമ്മൾ മറക്കത്തില്ലാത്ത കാര്യമാണ്. ജസ്റ്റ് പിന്നെ മെൻഷൻ ചെയ്യുന്നേ ഉള്ളൂ. ഇനി അടുത്ത ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ബേസിക് മെഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ. ഏതെങ്കിലും ഒരു ഹെൽത്ത് ഇഷ്യൂസ് നമുക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഒരു ടാബ്ലറ്റ്സ് നമ്മുടെ കയ്യിൽ ഒരു സെക്യൂർ ആയിട്ട് നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. പാരസെറ്റമോളോ സിട്രോസിനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. സോ അപ്പൊ നമ്മൾ കോളേജിലായിട്ട് വരുമ്പോഴേക്കും അങ്ങനെ കുറച്ച് ടാബ്ലറ്റ്സ് എന്തായാലും നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. അതുപോലെ തന്നെ വിക്സോ അങ്ങനത്തെ ഏതെങ്കിലും ടൈഗർ ബാം അങ്ങനത്തെ എന്തെങ്കിലും ഒരു സാധനം മസ്റ്റ് ആയിട്ട് വേണം. എന്തായാലും നമുക്ക് കോളേജിൽ വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്ന ഒരു സാധനങ്ങൾ ഒന്നായിരിക്കും വിക്സ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. അപ്പൊ അത് നമ്മുടെ കയ്യിൽ വെച്ചിരിക്കണം. അതുപോലെ തന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ കോൾഡും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ആവി പിടിക്കുക അല്ലെ. ആവിയൊക്കെ പിടിക്കാൻ വേണ്ടി വേപ്പറൈസർ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, അത് നമ്മുടെ മേടിച്ച് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതും ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയിരിക്കും. സോ ഇനി നമ്മൾ ബാഗിന്റെ കാര്യങ്ങളൊക്കെ പറയുവാണെങ്കിൽ നമ്മൾ ഈ കോളേജിൽ യൂസ് ചെയ്യുന്ന ബാഗ് ഉണ്ടല്ലോ, അതെന്ന് പറയുന്നത് നോർമൽ ആയിട്ടുള്ള നമ്മൾ സ്കൂളിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ബാഗ് ഉണ്ടാവത്തില്ലേ, അത് തന്നെ മതിയാവും. അല്ലാണ്ട് ഇങ്ങനെ ഇന്ന മെഡിക്കൽ കോളേജിൽ യൂസ് ചെയ്യാനായിട്ട് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ബാഗോ അല്ലെങ്കിൽ ബാഗിന് വേണ്ട ക്വാളിറ്റീസോ അങ്ങനെയൊന്നും ഇല്ല. പിന്നെ മെയിൻ ആയിട്ടൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ
നമ്മളിപ്പോൾ ഹോസ്റ്റലിലോട്ട് വരുന്ന സമയം നമ്മൾ കുറേ ലഗേജ് ആയിട്ടേക്കും വരുന്ന അല്ലെ, കുറേ കാര്യങ്ങൾ ഉണ്ടാവും. പക്ഷെ നമ്മളിപ്പോൾ ഹോസ്റ്റലിൽ വന്നിട്ട് നമ്മൾ തിരിച്ച് നമ്മൾ വീട്ടിലോട്ടൊക്കെ ഇടയ്ക്ക് വീക്കെൻഡ് ഒക്കെ ആകുമ്പോൾ പോകുന്ന സമയത്ത് നമുക്ക് ഒത്തിരി കാര്യങ്ങളില്ല, കുറച്ച് കാര്യങ്ങളോ. അപ്പൊ അങ്ങനെ ആ സമയത്ത് നമുക്ക് എസെൻഷ്യൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ വീട്ടിലോട്ടൊക്കെ പോകുന്ന സമയത്ത് ഡ്രസ്സോ നൈറ്റ് ഡ്രസ്സോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി ഒരു ചെറിയൊരു ബാഗ് ഉണ്ടാകുന്നത് നല്ലതായിരിക്കും. ഒരു ക്യാരി ബാഗ് പോലെ അത് ഒരെണ്ണം മേടിച്ച് വെച്ചാൽ ഒത്തിരി യൂസ്ഫുൾ ആയിരിക്കും. പ്രത്യേകിച്ച് നമ്മൾക്കറിയാം ചില സമയത്ത് എക്സാമിന്റെ സമയമൊക്കെ ആകുമ്പോൾ നമ്മൾ ചിലപ്പോൾ വീട്ടിൽ പോയി പഠിക്കുന്ന കുട്ടികളുണ്ടാകും. അങ്ങനെ നമ്മൾ വീട്ടിൽ പോകുന്ന സമയത്ത് കൊണ്ടുപോകാൻ വേണ്ടി നമുക്ക് ബുക്സ് എന്തായാലും വേണ്ടി വരുമല്ലോ. അതുപോലെ തന്നെ നൈറ്റ് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, മറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ വെച്ചിട്ട് നമുക്ക് ഡീസെന്റ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു അത്യാവശ്യം ഒരു സൈസുള്ള ഒരു ബാഗ് ഉണ്ടെങ്കിൽ അത് നല്ല യൂസ്ഫുൾ ആയിരിക്കും. അപ്പൊ ഇനി അടുത്ത് നമുക്ക് ഫുഡിന്റെ സെഷനിലോട്ട് പോകാം. ഫുഡിന്റെ സെഷൻ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഒന്നുമല്ല, നമ്മൾ പ്ലേറ്റ് കൊണ്ടുപോകണം. പ്ലേറ്റ് എന്ന് പറയുമ്പോൾ മിക്ക കോളേജിലും നമ്മൾ തന്നെയാണ് കൊണ്ടുപോകേണ്ടത്. അങ്ങനെ അല്ലെങ്കിൽ പോലും നമ്മുടെ സ്വന്തമായിട്ടൊരു പ്ലേറ്റ്, അത് തന്നെയാണ് അതിൻ്റെ ഒരു ഇത്. അപ്പോൾ നമ്മളൊരു പ്ലേറ്റ് സ്വന്തമായിട്ട് കൊണ്ടുപോകണം. പിന്നെ അതുപോലെ തന്നെ ഒരു ഗ്ലാസ്, ടീ കോഫി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുടിക്കാൻ വേണ്ടി ഒരു ഗ്ലാസ് കയ്യിൽ വെക്കുക. പിന്നെ നമുക്ക് വാട്ടർ ബോട്ടിൽ, നമ്മൾ കോളേജിലൊക്കെ പോകുമ്പോൾ കൂടുതലായിട്ടും നമുക്കൊരു വാട്ടർ ബോട്ടിൽ എന്തായാലും വേണം. അതുപോലെ തന്നെ ഈ ഒരു വാട്ടർ ബോട്ടിൽ അല്ലാണ്ട് നമ്മളതിൽ ഒരു ഫ്ലാസ്ക് കൂടെ ഉണ്ടെങ്കിൽ അത് നല്ലതായിരിക്കും. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ഫ്ലാസ്ക് ഉണ്ടെങ്കിൽ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. അപ്പൊ രാത്രി ഇരുന്നോ, അല്ലെങ്കിൽ രാത്രി എന്നല്ല രാവിലെ ഇരുന്നോ, അല്ലെങ്കിൽ നമ്മൾ എക്സാമിന്റെ സമയത്തൊക്കെ പഠിക്കുന്ന സമയത്ത് എന്തായാലും നമുക്കൊരു കോഫി ടീ എന്തായാലും വേണ്ടി വരും. അല്ലെങ്കിൽ പോലും നമുക്കൊരു നല്ല ചൂടുവെള്ളമെങ്കിലും വേണ്ടി വരും നമുക്ക് ഉറങ്ങാതൊക്കെ ഇരിക്കാൻ വേണ്ടി. സോ ആ സമയത്ത് അതൊക്കെ എടുത്തു വെക്കാൻ വേണ്ടി ഒരു ഫ്ലാസ്ക് ഉണ്ടെങ്കിൽ അത് നല്ലതായിരിക്കും. അത് മാത്രമല്ല നമുക്ക് കോൾഡോ കാര്യങ്ങളൊക്കെ വന്നാൽ പോലും നമുക്ക് ഈ ഒരു ഫ്ലാസ്ക് ഉണ്ടെങ്കിൽ നമുക്ക് വേണ്ട അനുസരിച്ച് വെള്ളമൊക്കെ വെച്ച് സെറ്റപ്പായിട്ട് കുടിക്കുകയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു സ്പൂണ്, അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്, സ്പൂണ് കൊണ്ടുവരാം. പിന്നെ നമുക്ക് കോമൺ ആയിട്ട് ഹോസ്റ്റലിൽ നമ്മൾ കഴിച്ച പ്ലേറ്റ് ഗ്ലാസ് കഴുകാനുള്ള സൗകര്യം ഉണ്ടെങ്കിലും കുറച്ചുകൂടെ ഒരു ബെറ്റർ ആയിട്ടൊരു കാര്യം നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ടൊരു ഡിഷ് വാഷർ പിന്നെ സ്പോഞ്ച് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അത് യൂസ് ചെയ്ത് വാഷ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ഒരു ബെറ്റർ ആയിട്ട് തോന്നുന്നത്. സോ അത് നിങ്ങൾ മേടിച്ചു വെച്ചാൽ നല്ലതായിരിക്കും. പിന്നെ നമ്മൾ ഫുഡിന്റെ കാര്യം പറയുകയാണെങ്കിൽ സ്നാക്സ് ആയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്നു നല്ലതാണ്. അതായത് നമ്മൾ വീട്ടിലോട്ട് പോകുന്ന വരെ ആവശ്യത്തിന് വേണ്ട കുറച്ച് സ്നാക്സ് ഒക്കെ കൊണ്ടുവന്നു. ഇനി അടുത്തായിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കത്തി എന്ന് പറയുന്നത്. അത് എന്തിനായിരിക്കും എന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല. നമ്മൾ ഫ്രൂട്ട്സോ കാര്യങ്ങളൊക്കെ മേടിച്ച് അത് കട്ട് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് നമ്മുടെ സിസർ. നമുക്ക് ഈ പറഞ്ഞതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ പാക്കറ്റ്സോ കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടി യൂസ്ഫുൾ ആയിരിക്കും. അപ്പൊ ഇത് രണ്ടും കൂടെ നിങ്ങൾ കയ്യിൽ വെക്കുക. പഠിത്തം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ ഓൾറെഡി നമ്മൾ ബാഗിന്റെ കാര്യം ഞാൻ പറഞ്ഞു. അതല്ലാണ്ട് നമ്മളൊരു ചെറിയൊരു പൗച്ച്, നമുക്ക് പെന്ന് പെൻസിൽ സ്കെയിൽ അതൊക്കെ വെക്കാൻ വേണ്ടിയുള്ള ഒരു കുഞ്ഞ് പൗച്ച് വേണം. പിന്നെ നമുക്ക് വേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ പെൻ എന്തായാലും വേണം. അതിന്റെ കൂട്ടത്തില് കളർ പെൻസിൽ മസ്റ്റ് ആണ്. ഇനി ഇവിടെ വന്നിട്ട് ഇനി മേടിക്കാൻ ഓടുന്നതിനേക്കാളും ഓൾറെഡി നിങ്ങൾ നല്ലൊരു കളർ പെൻസിൽ കൊണ്ടുവരികയാണെങ്കിൽ ഒത്തിരി നല്ലതായിരിക്കും. കാരണം നമുക്ക് അനാറ്റോമി ഫിസിയോളജി മോസ്റ്റ്ലി ബയോകെമിസ്ട്രി നമുക്ക് പടമില്ലാണ്ട് കളിയില്ല. അതുകൊണ്ട് എന്തായാലും നമുക്ക് കളർ പെൻസിൽ എന്തായാലും വേണം. അതിന്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് ഇപ്പൊ ടെക്സ്റ്റ് ബുക്ക് ഒക്കെ മാർക്ക് ചെയ്യുന്ന സമയത്ത് ഹൈലൈറ്റർ ഉണ്ടെങ്കിൽ അത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ നമ്മൾക്ക് ഈ റെഡിങ് ഒക്കെ ഉണ്ടല്ലോ, ചില കുട്ടികൾ റെഡിങ് ഒക്കെ വെച്ച് അണ്ടർലൈൻ ചെയ്യുന്ന കാണാം. അത് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അത് നമ്മുടെ ഡിപ്പെൻസ് ഓരോ കുട്ടികളനുസരിച്ച്. ചില കുട്ടികൾക്ക് ടെക്സ്റ്റ് ബുക്ക് നല്ല കളർഫുൾ ആയിട്ട് ഇരുന്നാൽ മാത്രമേ പഠിക്കാൻ വേണ്ടി ഇൻട്രസ്റ്റ് ഉള്ളൂ. ചില കുട്ടികൾക്ക് അങ്ങനെ ടെക്സ്റ്റ് ബുക്ക് നല്ല നീറ്റ് ആയിട്ടിരിക്കണം, അങ്ങനെ ഓവർ ആയിട്ടുള്ള കലാപരിപാടികൾ ഇഷ്ടമില്ലാത്ത കുട്ടികളായിരിക്കും. അപ്പൊ അത് നിങ്ങൾ ഇഷ്ടം പോലെ എന്തായാലും. പക്ഷെ കളർ പെൻസിൽ മസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതെന്തായാലും നിങ്ങൾ ശ്രദ്ധിച്ച് മേടിച്ചു. ടേബിൾ ലാമ്പ് മസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾക്കൊരു ഹോസ്റ്റലിലോട്ടായിരിക്കും നമ്മൾ പോകുന്നത്. ആ സമയത്ത് പല പല ടൈപ്പ് ഓഫ് കുട്ടികളായിരിക്കും. ചിലർ രാത്രി നേരത്തെ ഉറങ്ങിയിട്ട് രാവിലെ നേരത്തെ എഴുന്നേറ്റ് കുട്ടികളായിരിക്കും, അല്ലെങ്കിൽ നേരെ തിരിച്ച് അങ്ങനെയൊക്കെ വരുന്ന കുട്ടികളുണ്ടായിരിക്കും. അപ്പൊ ആ സമയത്ത് നമുക്ക് റൂമിൽ ഫുള്ളായിട്ട് ലൈറ്റ് ഇട്ട് പഠിക്കാൻ വേണ്ടി പറ്റത്തില്ലായിരിക്കും. ആ സമയത്ത് നമ്മൾ വേണ്ട ഒരു കാര്യമാണ് ടേബിൾ ലാമ്പ്. അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതെന്തായാലും നമുക്ക് മസ്റ്റായിട്ട് വേണം. നിങ്ങളിപ്പോൾ നൈറ്റ് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ എന്തായാലും വേണം. അതല്ല നമ്മൾ രാവിലെ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ചിലപ്പോൾ ആവശ്യം വരുന്നില്ല. അപ്പൊ അതെന്തായാലും നിങ്ങൾ കരുതി വെക്കുക. ഇനി പഠിത്തത്തിന്റെ കാര്യം പറയുമ്പോൾ ഒരിക്കലും മറക്കാത്തൊരു സംഭവമാണല്ലോ അലാറം എന്ന് പറഞ്ഞത്. അപ്പൊ ഈ അലാറത്തിന് നമുക്ക് ഓൾറെഡി നമ്മുടെ ഒരു ഫോൺ ഉള്ളതുകൊണ്ട് തന്നെ പിന്നെ നമുക്കൊരു അലാറത്തിന് വേണ്ടി മാത്രം ഒരു ചെറിയ ക്ലോക്ക് മേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അല്ല നമുക്കിപ്പോ വേണം, നിങ്ങൾക്കിപ്പോ ഫോൺ മാറ്റി വെച്ച് പഠിക്കണം അങ്ങനത്തെ രീതിയിലുള്ള ഒരു താല്പര്യമുള്ള കുട്ടികളാണെങ്കിൽ മാത്രം നിങ്ങളൊരു ചെറിയൊരു അലാറം ക്ലോക്ക് വേണമെങ്കിൽ മേടിച്ചോ. അതല്ലെങ്കിൽ മോസ്റ്റ്ലി നമുക്ക് നമ്മുടെ ഫോണ് തന്നെ ധാരാളമാണ്, അനാവശ്യമായിട്ടൊരു ചെലവ് വേണ്ട. പിന്നെ അടുത്തൊരു കാര്യമാണ് സ്റ്റിക്കി നോട്ട് എന്ന് പറയുന്നത്. അത് നമ്മൾക്ക് നീറ്റിന്റെ സമയത്ത് ഇമ്പോർട്ടന്റ് ആണ്, ഇപ്പോഴും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്കിപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ ചില ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ഒക്കെ മാർക്ക് ചെയ്ത് വെച്ച് പഠിക്കാനാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് സ്റ്റിക്കി നോട്ട് എന്ന് പറയുന്നത്. ഇനി അടുത്ത് ബുക്സിന്റെ കാര്യമാണ്. ലൈക്ക് നോട്ട് ബുക്സ് എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ കുറേ ബുക്സ് മേടിച്ചിട്ട് വരണ്ട.
കുറച്ച് ബുക്സ്, നമുക്ക് മെയിനായിട്ട് 3 സബ്ജക്ട്സ് ആണല്ലോ ഉണ്ടാവുന്നത്. അപ്പോൾ 3+1 റഫ് ബുക്ക് പോലെ, കാരണം നമുക്ക് ഫസ്റ്റ് ഓറിയന്റേഷൻ ക്ലാസ് ആയിരിക്കില്ലേ. അപ്പോൾ ഓറിയന്റേഷൻ ആ ഒരു ക്ലാസ്സിൽ പറയുന്ന കുറച്ച് കാര്യങ്ങൾ എഴുതാൻ വേണ്ടി ഒരു റഫ് ബുക്കും പിന്നെ 3 സബ്ജക്റ്റിനായിട്ട് ഓരോ നോട്ട്ബുക്ക് ഇപ്പം മേടിച്ചാൽ മതിയാവും. അതായത് ടോട്ടൽ ഒരു 4 അല്ലെങ്കിൽ മാക്സിമം പോയ 5 അത്രയും മതി. പിന്നീട് നമുക്ക് കോളേജിൽ വന്നിട്ട് നമുക്ക് ഓരോ കോളേജിലെ ഫാക്കൽറ്റീസ് നിങ്ങളോട് എന്താണോ പറയുന്നത്, നമുക്കറിയാം ഓരോ സബ്ജക്റ്റ് ആണെങ്കിൽ പോലും കുറെ ഫാക്കൽറ്റീസ് ഒക്കെ ആയിരിക്കും പഠിപ്പിക്കുന്നത്. അവർക്ക് ഓരോരുത്തർക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് വേണോ അല്ലെങ്കിൽ മൊത്തം സബ്ജക്റ്റിനായിട്ട് ഒരു ബുക്ക് മതി, അത് ഓരോ കോളേജിലെ ഓരോ ഫാക്കൽറ്റീസ് ആണ് ഡിസൈഡ് ചെയ്യുന്നത്. സോ അത് അനുസരിച്ച് നിങ്ങൾ മേടിച്ചാൽ മതിയാവും. ഇപ്പൊ കുറച്ച് ഓരോ ബുക്സിനായിട്ടും പിന്നെ ഒരു ഡ്രഫ് ബുക്ക് എന്ന രീതിയിൽ ഒരു ബുക്ക്, അങ്ങനെ മൊത്തത്തിൽ ഒരു 4ഓ 5ഓ മാത്രം മതി, ഒത്തിരി ആയിട്ട് മേടിക്കേണ്ട ആവശ്യമില്ല. ഇനി അടുത്ത ബോണ്ട് സെറ്റ്. ഇത് ഞാൻ പ്രത്യേകം പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ കുട്ടികൾ മെസ്സേജ് ഇട്ടു, ചേച്ചി ബോണ്ട് സെറ്റ് എവിടെ നിന്നാണ് മേടിക്കാൻ കിട്ടുന്നത്, എവിടെ കിട്ടും എന്നൊക്കെ ചോദിച്ചിട്ട്. സത്യം പറഞ്ഞാൽ ബോണ്ട് സെറ്റ് നിങ്ങൾ മേടിച്ചിട്ട് പോവരുത്. നിങ്ങൾ അവിടെ ചെന്നിട്ട് നിങ്ങളുടെ ആ കോളേജിലെ സീനിയേഴ്സിനോട് ചോദിച്ചിട്ട് വേണം നിങ്ങളൊരു ഗ്രൂപ്പായിട്ട്, അതായത് ഇൻഡിവിജ്വൽ ആയിട്ട് മേടിക്കാതിരുന്ന് കഴിഞ്ഞാൽ കുറെ പൈസ പോകും. അങ്ങനെയല്ല, നിങ്ങൾ കുറച്ച് സ്റ്റുഡൻസ് നിങ്ങളെ റൂംമേറ്റോ അല്ലെങ്കിൽ അടുത്തുള്ള കുട്ടികളൊക്കെ ആയിട്ട് നിങ്ങൾ അങ്ങനെ കുറച്ച് പേരായിട്ട് മാത്രമേ മേടിക്കാവുള്ളൂ. അത് നിങ്ങൾ കോളേജിൽ ചേർന്നതിന് ശേഷം നിങ്ങൾ കുട്ടികളൊക്കെ ആയിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ട് മാത്രമേ തീരുമാനിച്ച് സീനിയേഴ്സിൽ നിന്ന് മേടിക്കാവുള്ളൂ. അത് പ്രത്യേകമായിട്ട് മെൻഷൻ ചെയ്യണമെന്ന് തോന്നി. പിന്നെ ചെറിയ ചെറിയ ബാക്കി കാര്യങ്ങൾ ലൈക്ക് എന്താ പറയാ, നമ്മൾ സ്റ്റേപ്ലർ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കൂടെ വെച്ച് നമുക്ക് എന്തായാലും ചിലപ്പോൾ ആവശ്യം വരും. ഇനി അടുത്തൊരു കാര്യം എന്ന് വെച്ചാൽ ഭയങ്കര എസെൻഷ്യൽ ആണെന്ന് ഞാൻ പറയത്തില്ല, പക്ഷെ മേ ബി നിങ്ങൾക്ക് ചിലപ്പോൾ ഹോസ്റ്റലിൽ വന്നതിന് ശേഷം ബെറ്റർ ആയിട്ട് തോന്നിയിരിക്കും. ബെഡ് ടേബിൾ എന്ന് പറഞ്ഞിട്ട് സംഭവം ഉണ്ട്. അതായത് സാധാരണ നമ്മൾ ബെഡിൽ ഇങ്ങനെ ടേബിൾ വെച്ചൊരു ചെറിയ ടേബിളാണ്. അത് നല്ല ചില കുട്ടികൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. നമ്മൾ ബെഡിൽ തന്നെ ഇരുന്ന് പഠിക്കുമ്പോൾ കംഫർട്ടബിൾ ആയിട്ട് എഴുതി പഠിക്കാനും കാര്യങ്ങൾക്ക്. അപ്പൊ അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ്, അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി മുമ്പ് റിപ്പീറ്റ് ചെയ്ത സമയത്തൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ മേടിച്ചു. അതല്ലെങ്കിൽ നിങ്ങൾക്ക് കോളേജിൽ വന്ന് ഹോസ്റ്റലിൽ നിന്നിട്ട് അവിടുത്തെ ചുറ്റുപാടും നോക്കിയിട്ട് എന്താണ് സ്യൂട്ടബിൾ എന്ന രീതിയിൽ മാത്രം തീരുമാനിച്ചാൽ മതി. ജസ്റ്റ് അതൊരു പഠിത്തത്തിന്റെ ഇതിൽ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം ആയിട്ട് തോന്നിയോണ്ട് ഞാൻ ജസ്റ്റ് പറയുന്നുള്ളൂ. പക്ഷെ അതൊരു എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു സംഭവം അല്ല. അടുത്ത ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും കുട്ടികൾ ഡൗട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ഡ്രസ് കോഡ് എന്ന് പറയുന്നത്. അപ്പൊ ആദ്യം ഞാൻ ഗേൾസിന്റെ പറയാം. ഗേൾസിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് മോസ്റ്റ് ഓഫ് ദ കോളേജിലും നമുക്ക് അവരുടേതായിട്ടുള്ള ഒരു യൂണിഫോം കോളേജിൽ നിന്ന് കിട്ടും. പ്രൈവറ്റ് മെഡിക്കൽ കോളേജിലാണെങ്കിൽ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ എന്താ യൂണിഫോം അങ്ങനെ കാണാറില്ല. എപ്പോഴും നോർമൽ ആയിട്ടുള്ള ഡ്രസ്സൊക്കെ തന്നെയായിരിക്കും. അല്ലാണ്ട് പ്രൈവറ്റിലാണെങ്കിൽ നമുക്കൊരു യൂണിഫോം എന്തായാലും ഉണ്ടാവും. അപ്പൊ നമ്മൾ അതായിരിക്കും വേറെ ഉണ്ട്. ഇപ്പൊ എന്റെ കോളേജിലുള്ള യൂണിഫോം ഞാൻ ഇവിടെ കാണിക്കാം. ഇതായിരിക്കും നമ്മുടെ കോളേജിൽ നമ്മൾ ഇടുന്ന യൂണിഫോം. അതല്ലാത്ത ദിവസങ്ങളിൽ അല്ലെങ്കിൽ നമുക്ക് കാഷ്വൽസ് ഇടാൻ വേണ്ടി പറ്റുമെങ്കിൽ ഗേൾസിനാണെങ്കിൽ നോർമൽ ആയിട്ടുള്ള കുർത്ത, അതുപോലത്തെ നോർമൽ ആയിട്ടുള്ള ഒരു കുർത്ത, ഇതാണ് നമ്മൾ നോർമലായിട്ട് കോളേജിൽ ഇടുന്ന ഒരു കുർത്ത എന്ന് പറയുന്നത്. അതിന്റെ കൂട്ടത്തിൽ നമുക്ക് ലെഗിൻസ് അങ്ങനെ പറ്റത്തില്ല. നമുക്ക് ഭയങ്കര ഇച്ചിരി ലൂസ് ആയിട്ടുള്ള ഒരു പാന്റ് ഒക്കെ ഇല്ലേ, പാന്റോ പലാസോ അങ്ങനത്തെ കാര്യങ്ങൾ, ടൈറ്റ് ആയിട്ടുള്ള ലെഗിൻസോ ജീൻസോ അങ്ങനത്തെ കാര്യങ്ങൾ പറ്റത്തില്ല നമ്മൾ ഈ നോർമൽ ആയിട്ടുള്ള ക്ലാസ് ടൈമിൽ. അല്ലാണ്ട് കോളേജ് പ്രോഗ്രാം ഒക്കെ വരുമ്പോൾ നമുക്ക് ഇടാം. അല്ലാതെ നോർമൽ ആയിട്ടുള്ള ക്ലാസ് അവറിൽ അങ്ങനെ നമുക്ക് പറ്റത്തില്ല. പ്രത്യേകിച്ച് ഫസ്റ്റ് ഇയർ തീരെ പറ്റത്തില്ല. പിന്നെ നമുക്ക് ഷൂ, അത് ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ കുറച്ചുകൂടെ ബ്ലാക്ക് ഷൂ മേടിക്കുന്നതായിരിക്കും നല്ലത്. ബ്ലാക്ക് തന്നെ വേണമെന്ന് നിർബന്ധമില്ല, ഞാനത് ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. കൂടുതലായിട്ട് നമ്മൾ ഫാക്കൽറ്റീസിന് ഒരു ബ്ലാക്ക് ഷൂല് കാണുന്നതാണ് കുറച്ചുകൂടെ സന്തോഷം, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. അതിപ്പോൾ ഏത് കളറാണെങ്കിലും കുഴപ്പമില്ല. അത് കഴിച്ചിട്ട് നിങ്ങൾ ബ്ലാക്ക് തന്നെ പോയി മേടിക്കേണ്ട. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കളർ ഏതാണോ അത് തന്നെ നിങ്ങൾ മേടിച്ചാൽ മതി. കാരണം നമുക്ക് അനാറ്റോമി ഡിസെക്ഷൻ അവല്ല ഷൂ ഇട്ടില്ലെങ്കിൽ നമ്മൾ അതിൻ്റെ കേട്ടത്തില്ല. ഞങ്ങൾക്ക് അങ്ങനെയായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ ഷൂ എന്തായാലും മേടിക്കണം. പ്ലസ് നമ്മുടെ ഹെയർ പുട്ടപ്പ് ചെയ്യണം. പുട്ടപ്പ് ചെയ്തിട്ടേ പോകാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതിന് വേണ്ട കാര്യങ്ങൾ നിങ്ങൾ സംഭവങ്ങൾ ഇപ്പൊ ക്ലിപ്പോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കാര്യങ്ങളൊക്കെ ആയിട്ട് വരാവുള്ളൂ. കാരണം അത് ഭയങ്കര സ്ട്രിക്റ്റ് ആണ്, പ്രത്യേകിച്ച് ഫസ്റ്റ് ഇയർ. പിന്നെ സെക്കൻഡ് ഇയർ ആണെങ്കിൽ ക്ലിനിക്സിൽ പോകുമ്പോൾ ഈ പറഞ്ഞ പോലെ സർജറി പോലത്തെ ഡിപ്പാർട്ട്മെന്റിലൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ പുട്ടപ്പ് ചെയ്യണമെന്ന്. ഒന്നുകൂടി ജസ്റ്റ് മെൻഷൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഷൂ മേടിക്കാം. പിന്നെ നമുക്ക് ഹോസ്റ്റലായിട്ട് നമുക്കൊരു നോർമൽ ആയിട്ടുള്ള ഒരു ബാത്റൂം സ്ലിപ്പർ പോലത്തെ ഒരു നോർമൽ സ്ലിപ്പർ മേടിക്കാം. പിന്നെ അതിന്റെ കൂട്ടത്തിൽ കാഷ്വൽ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ചെരുപ്പും കൊണ്ടോ, അങ്ങനെ ഒരു 3 ടൈപ്പ് ഓഫ് ചെരുപ്പുകളും കൂടെ കയ്യിൽ വെച്ചോ ഒരു സേഫ്റ്റിക്ക്. പിന്നെ ബോയ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ ബോയ്സിനും പറഞ്ഞ പോലെ ഫോർമൽ ആയിട്ടുള്ള ഷർട്ട്, ഫോർമൽ ആയിട്ടുള്ള പാന്റ്, ഫോർമൽ ഷൂസ്, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ടീഷർട്ടോ ജീൻസോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറ്റത്തില്ല. പിന്നെ അതുപോലെ തന്നെ
ക്ലീൻ ഷേവ് ആയിരിക്കണം. നമുക്ക് താടി മീശ അതൊന്നും ഫസ്റ്റ് ഇയർ പറ്റത്തില്ല. അപ്പൊ ഇതൊക്കെയാണ് ബോയ്സിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇനി അടുത്തൊരു ഇമ്പോർട്ടന്റ് കാര്യമാണ് സ്കിൻ കെയർ ഐറ്റംസ്. അത് ഞാൻ പ്രത്യേകമായിട്ട് ഓരോന്നോരോന്ന് എണ്ണി പറയുന്നില്ല. ഗേൾസിനായാലും ബോയ്സിനായാലും അവരുടേതായിട്ടുള്ള സ്കിൻ കെയറിന് വേണ്ടിയിട്ടുള്ള ഫേസ് വാഷ്, മോയ്സ്ചറൈസർ. പിന്നെ ഞാൻ പ്രത്യേകം പറയുകയാണെങ്കിൽ പാലക്കാട് പോലത്തെ ജില്ലയിലാണ് വരുന്നതെങ്കിൽ സൺസ്ക്രീൻ എന്തായാലും വേണം. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ എന്തായാലും നമ്മുടെ കയ്യിൽ. അത് ഞാൻ ഓരോന്നോരോന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ഇഷ്ടങ്ങളാണ് അല്ലേ. അപ്പൊ അതനുസരിച്ച് സ്കിൻ കെയർ ഐറ്റംസ് നിങ്ങൾ എന്തായാലും കയ്യിൽ വെക്കുക. മിറർ എന്ന് പറയുന്നത് അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇനി അടുത്ത കാര്യമാണ് അംബല്ല. അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. പ്രത്യേകിച്ച് പാലക്കാട് പഠിക്കാൻ വരുന്ന കുട്ടികളാണെങ്കിൽ മസ്റ്റായിട്ട് കൊണ്ടുവരണം. പിന്നെ നമ്മൾ ഈ വർക്കൗട്ട് ചെയ്യുന്ന കുട്ടികളുണ്ടായിരിക്കും. അപ്പൊ നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ യോഗ ചെയ്യുന്ന കുട്ടികളുണ്ടായിരിക്കും. അപ്പൊ യോഗ മാറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അതും കൊണ്ടുവരാം. സോ അപ്പം അത്രയൊക്കെ ഉള്ളൂ കാര്യം. ഞാൻ മെയിനായിട്ടും ഒരിക്കലും നിങ്ങൾ വിട്ടുപോകരുന്നുള്ള കുറെ കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞത്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുക, നിങ്ങൾ കോളേജിൽ ചേരുക, അടിപൊളിയായിട്ട് പഠിക്കുക. ഫസ്റ്റ് ഇയർ റിലേറ്റഡ് ആയിട്ടുള്ള കുറെ വീഡിയോസ് ഞാൻ ഉടനെ ചെയ്യും. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതായിരിക്കും. ബൈ.